വണ്ടി എടുക്ക്. ടാറ്റാ കുബൂട്ടി. കുബു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സിനിമയ്ക്ക് പോയ കഥയാണ് ഇന്ന്. ചേട്ടൻ നമുക്ക് വേണ്ടി 3 ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ലാസ്റ്റ് നിമിഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഇവളും നമുക്കെന്തോ മൂഡില്ലാത്തതുകൊണ്ട് പോകുന്നില്ല എന്ന് തീരുമാനം. അങ്ങനെ ആയപ്പോൾ ചേട്ടൻ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കുറ്റബോധം. എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തതല്ലേ, വെറുതെ റീഫണ്ടും കിട്ടത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ധൃതി പിടിച്ച ഒരൊറ്റ ഓട്ടമായിരുന്നു. സ്കൂട്ടറിൽ എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചേർന്നു. സത്യത്തിൽ ഏത് സിനിമയ്ക്കാണെന്ന് പോലും അറിയത്തില്ല. പിന്നെ അവിടെ ചെന്നിട്ട് ചേട്ടനോട് പറഞ്ഞു നമ്മൾ വന്നിട്ടുണ്ട്, ടിക്കറ്റ് ഇട്ട് തരാൻ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ പോയത് തലവര മൂവി കാണാൻ വേണ്ടിയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ പറഞ്ഞു പതുക്കെ പോയാൽ മതി, ഒന്നും ഷോയൊന്നും തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ചെന്ന് അങ്ങനെ ഓടിക്കതച്ച് ചെന്ന ക്ഷീണം തീർക്കാൻ വേണ്ടി ചേട്ടൻ മേടിച്ച് വെച്ച മിറിൻ്റെയൊക്കെ കുടിച്ചിട്ട് റിലാക്സ് ചെയ്യായിരുന്നു. ചമ്മലുണ്ടായിരുന്നു ചേട്ടൻ്റെ മുഖത്ത് നോക്കാൻ, കാരണം ബിക്കോസ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കുറേ ഷോയൊക്കെ കാണിച്ചതല്ലേ. അല്ലെങ്കിലും പണ്ട് തൊട്ടേ എനിക്കുള്ളൊരു ശീലമാണ് എല്ലാം ലാസ്റ്റ് മൊമെൻറ്റിൽ കൊണ്ടുവന്നിട്ട് എല്ലാം ചടപടേ നീന്ന് കുറച്ച് ധൃതി പിടിക്കേണ്ടി വരും. പക്ഷേ എന്നാലും അതൊരു രസവും കൂടാണ്. അങ്ങനെ എന്തായാലും നമ്മളിവിടെ വന്നിരുന്ന് ഇവളെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വ്ളോഗ് ഇടുമ്പോൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും, അവൾ എന്നെ അനുകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ കാണിച്ചപ്പോൾ അങ്ങനെ ഫിലിം തുടങ്ങി. ഫിലിമിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സ്റ്റോറി ഇടാൻ വേണ്ടി ഞാൻ അത്രയും നേരം ക്യാമറ ഓൺ ആക്കിക്കൊണ്ടിരുന്നു. കറക്റ്റ് എൻ്റെ ക്യാമറ ഓഫായ സമയത്ത് ടൈറ്റിൽ എഴുതി കാണിച്ച് എനിക്ക് എടുക്കാനും പറ്റില്ല. ആ ചമ്മലാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്നത്. എന്നാലും ആ ക്ഷീണം ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്കിന് പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് പോസ്റ്ററിൽ നിന്ന് എടുത്ത് ഒപ്പിച്ച് തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലേസൊക്കെ വാങ്ങി അകത്ത് പോയി ബാക്കി സിനിമയൊക്കെ കണ്ടു. നല്ല സിനിമയായിരുന്നു. ഒത്തിരി ഹൈപ്പ് കൊടുത്ത് പോയി കാണുന്നവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അടിപൊളി നൈസായിട്ടുള്ളൊരു മൂവിയായിരുന്നു. കുറേ ചിരിക്കാനുണ്ട്, ഒരു റിയൽ ലൈഫ് സ്റ്റോറി പോലെയൊക്കെയാണ് തോന്നിയത്. റിയൽ ലൈഫാണോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ സൂപ്പറായിരുന്നു. അങ്ങനെ മൂവിയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ രണ്ടായിട്ട് വന്നുകൊണ്ട് തന്നെ ചേട്ടൻ കാറിലും ഞാനും മീരയും കൂടെ സ്കൂട്ടറിലുമായിരുന്നു. നൈറ്റ് ഡ്രൈവും ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗുബു അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗുബുവിൻ്റെ കുറച്ച് സ്നേഹപ്രകടനമൊക്കെയാണ് കണ്ടത്. അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയി ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് കിടക്കാനെന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ കിടന്നില്ല. കുറേ നേരം പിന്നെ ഞാനും നാത്തൂനും കൂടെ കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്ന് എപ്പോഴോ ഉറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ.